യാത്രകളും പുതിയ അനുഭവങ്ങളാണ്. നമ്മുടെ ചുറ്റുമുള്ളതൊന്നുമല്ല ജീവിതം എന്ന് തിരിച്ചറിയുന്ന അനുഭവങ്ങൾ. എല്ലാ തിരക്കുകൾക്കൊടുവിലും മടുപ്പുകൾക്കൊടുവിലും നമ്മെ പിടിച്ചു നിർത്തുന്ന ഒന്നുണ്ട്. അതെ, അതാണ് കാത്തിരിപ്പ്. ഓരോ വർഷവും ഞങ്ങളും അങ്ങനെയുള്ള ഒരു കാത്തിരിപ്പിലാണ്. അതെ, ഒരുമിച്ചായുള്ള ഒരു യാത്രയ്ക്കായുള്ള കാത്തിരിപ്പിൽ. ഇന്ന് ആ യാത്ര സഫലമാകുന്ന ദിവസമാണ്. ഇന്ന് ഞങ്ങൾ ഒരുമിച്ചൊരു യാത്ര പോകുന്നു. 2022-23 അധ്യയന വർഷത്തിലെ ഞങ്ങളുടെ സ്റ്റാഫ് ടൂർ മൈസൂർ, വയനാട്. സത്യത്തിൽ ഓരോ യാത്രയും ഞങ്ങളെ സംബന്ധിച്ച് വളരെയധികം ആവേശമുള്ളതാണ്. കാരണം എല്ലാ ജോലി തിരക്കിനിടയിലും ഒരുമിച്ച് കിട്ടുന്ന കുറച്ച് സമയം, അത് അത്യധികം സന്തോഷത്തോടു കൂടി തന്നെ ഞങ്ങൾ ചിലവഴിക്കാറുമുണ്ട്. ഒരുപക്ഷെ എല്ലാ ദിവസവും എല്ലാവരും തമ്മിൽ കാണുന്നുണ്ട്. പക്ഷേ ചില സമയങ്ങളിൽ നമുക്ക് ഒരിക്കൽ പോലും സംസാരിക്കാനോ അടുത്ത് ഇടപഴകാനോ കഴിയാറില്ല. അതിൻ്റെ എല്ലാ വിഷമങ്ങളും ഞങ്ങൾ തീർക്കുന്നത് വർഷത്തിലൊരിക്കൽ നമുക്ക് കിട്ടുന്ന സ്റ്റാഫ് ടൂറുകളിലൂടെയാണ്. ഏകദേശം 40 പേരടങ്ങുന്ന സംഘമാണ് ഞങ്ങൾ യാത്ര തിരിച്ചത്. വൈകിട്ട് 8 മണിയോടുകൂടി തന്നെ ഞങ്ങൾ യാത്ര തുടങ്ങി. ഏകദേശം 6-6:30 മൈസൂരിലേക്ക് എത്തിച്ചേരുകയും ചെയ്തു. ആദ്യമായി മൈസൂരിലേക്ക് എത്തുന്ന എന്നെ സംബന്ധിച്ച് അവിടുത്തെ കാഴ്ചകളെല്ലാം തന്നെ പുതിയതായിരുന്നു. മൈസൂരിലേക്കുള്ള ആദ്യ യാത്രയായതിനാൽ അത്യാവശ്യം തണുപ്പുണ്ടായിട്ടും രാവിലെ തന്നെ എല്ലാവരും പുറത്തെ കാഴ്ചകൾ കാണാനുള്ള തിരക്കിലായിരുന്നു. ഏകദേശം മൈസൂർ പാലസിന്റെ മുന്നിലൂടെ തന്നെയാണ് ഞങ്ങളും യാത്ര പോയത്. പക്ഷെ ഞങ്ങൾക്ക് ഫ്രഷ് ആവാനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയത് മറ്റൊരിടത്തായതിനാൽ ഞങ്ങൾ അവിടെ നിന്നും യാത്ര തിരിച്ചു. സെന്റ് ഫിലോമിന ചർച്ചിലേക്കാണ് ഞങ്ങൾക്ക് ആദ്യം പോകേണ്ടിയിരുന്നത്. നൂറുകണക്കിന് സന്ദർശകർ ദിവസവും എത്തുന്ന മൈസൂരിലെ പ്രശസ്തമായ പള്ളിയാണ് സെന്റ് ഫിലോമിന ചർച്ച്. സെന്റ് ജോസഫ് ചർച്ച് എന്നും ഈ ദേവാലയത്തിന് പേരുണ്ട്. 1933 മൈസൂർ ഭരണാധികാരിയായിരുന്ന കൃഷ്ണരാജ വോഡയാറാണ് ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത്. 1941 പള്ളിയുടെ പണി പൂർത്തിയായത്. 3-ാം സെഞ്ചുറിയിൽ കണ്ടുവന്നിരുന്ന ഗോത്തിക് ശൈലിയിലാണ് പള്ളിയുടെ നിർമ്മാണം. സെയിന്റ് ഗ്ലാസ് ജനലുകളോട് കൂടിയ 800 പേർക്കിരിക്കാവുന്ന ഹാൾ, സെന്റ് ഫിലോമിനയുടെയും യേശുക്രിസ്തുവിന്റെയും വിഗ്രഹങ്ങൾ തുടങ്ങിയവയും പള്ളിയിൽ കാണാം. തിരുപ്പിറവി, തിരുവത്താഴം, കുരിശാരോഹണം, ഉയിർത്തെഴുന്നേൽപ്പ് തുടങ്ങി ജീസസിന്റെ ജീവിതത്തിലെ പ്രധാന സംഭവങ്ങൾ ചിത്രരൂപത്തിൽ പള്ളിയുടെ ചുമരുകളിൽ ആലേഖനം ചെയ്തിട്ടുണ്ട്. ന്യൂയോർക്കിലെ സെന്റ് പാട്രിക്സ് ചർച്ചിനെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ള കൂറ്റൻ ഗോപുരങ്ങളാണ് സെന്റ് ഫിലോമിന ചർച്ചിന്റെ മറ്റൊരു പ്രത്യേകത. അപൂർവമായ ഒരു ദൃശ്യാനുഭവം തരുന്ന ഈ പള്ളി മൈസൂരിലെത്തുന്ന ഓരോ യാത്രികരും നിശ്ചയമായും കണ്ടിരിക്കേണ്ട ഒന്ന് തന്നെയാണ്. പരിപാവനമായി പാലിച്ചു പോരുന്ന ആ പള്ളിയുടെ ഉള്ളിലേക്ക് ക്യാമറയ്ക്ക് പ്രവേശനമില്ലാത്തതിനാൽ പുറത്തെ എല്ലാ കാഴ്ചകളും ഞങ്ങൾ നന്നായി ഒപ്പിയെടുത്തു. അങ്ങനെ ഞങ്ങളുടെ യാത്രയുടെ ആദ്യ ദിനം വളരെ വിശുദ്ധമായ ഈ പള്ളിയിൽ നിന്നും ഞങ്ങൾ എല്ലാവരും കൂടി ആരംഭിച്ചു. സത്യത്തിൽ മനസ്സിന് ഏറ്റവും സുഖം തരുന്ന കാഴ്ചകളായിരുന്നു ഇവിടെ എല്ലായിടത്തും ഉണ്ടായിരുന്നത്. കണ്ട കാഴ്ചകളെല്ലാം മനസ്സിലും ക്യാമറകളിലും ഒപ്പിയെടുത്തുകൊണ്ട് ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് യാത്ര തിരിച്ചു. ഓരോ യാത്രയും ഓരോ ഓർമ്മപ്പെടുത്തലുകളാണ്. ഇനിയും ഒരുപാട് ദൂരെ പോകാനുണ്ട് എന്നൊരു ഓർമ്മപ്പെടുത്തൽ. ശരിയാണ്, ഞങ്ങൾക്ക് ഇനിയും പോകാനുണ്ട് ഇവിടെ നിന്നും മറ്റൊരിടത്തേക്ക്.